ഉരുൾപൊട്ടലിന്റെ തൊട്ട് തലേ ദിവസം അട്ടമലയിലെ പാടിയിൽ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ച പേർഷ്യൻ പൂച്ച പട്ടിണിയിലായിരുന്നു. പൂച്ച പ്രസവിച്ചപ്പോൾ പാൽപ്പായസം വെച്ചാണ് ഉടമ സന്തോഷ് ആഘോഷിച്ചിരുന്നത്. പട്ടിണിയിലായതോടെ അതിന്റെ സങ്കടത്തിലായിരുന്നു സന്തോഷ്. ഒടുവിൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അമ്മയ്ക്കും മകൾക്കും വയറു നിറയെ ഭക്ഷണം നൽകി. TV പ്രസാദിന്റെ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ ഈ അട്ടമലയിലാണുള്ളത്. അട്ടമല 2-ാം നമ്പർ പാടിയിലാണ്. ഇതാരുടെ വീടാ? PR സന്തോഷിന്റെ വീടാണ്. ഇവിടെ 2 പൂച്ചകളുണ്ട് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. 2 അല്ല, ഒരു അമ്മ പൂച്ചയും 2 കുഞ്ഞു പൂച്ചകളും. എന്താണ് അവരുടെ അവസ്ഥ എന്ന് നമുക്ക് തീർത്തും അറിയില്ല. ഒന്ന് പോയി നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അറിയും. വെറ്റിനറി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ എത്തിയ സമയത്ത് ഒരു അമ്മ പൂച്ചയും 3 കുഞ്ഞു പൂച്ചകളും. അപ്പോൾ വെറ്റിനറി ഉദ്യോഗസ്ഥർ ഒരു വാഹനത്തിൽ വന്നു. അവരുടെ കൂടെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ എത്തിയ സമയത്ത് നല്ല മനോഹരമായ 4 പൂച്ച, 3 കുഞ്ഞിപ്പൂച്ചയും ഒരു അമ്മപ്പൂച്ചയും. ഈ പൂച്ച പ്രസവിച്ചപ്പോൾ ഇവിടെ എന്താ സംഭവം? പൂച്ച പ്രസവിച്ചത് സന്തോഷം ഞങ്ങളെ ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. അത് നാട്ടിലെ കൂട്ടുകാരെന്നൊരു ഗ്രൂപ്പിന്റെ അംഗമാണ്. ആ ഗ്രൂപ്പിൽ ഇത് ഇടുകയും മുഴുവൻ ആൾക്കാർക്കും പായസം വിതരണം ചെയ്യുന്ന വാഗ്ദാനവും ചെയ്ത ഒരാളാണ് സന്തോഷ്. പക്ഷെ പിറ്റേ ദിവസമാണ് സന്തോഷിന് ഇവിടുന്ന് പോകേണ്ടി വന്നത്. അതായത് അപ്പോൾ ഈ പൂച്ചക്ക് ഒരു 6 ദിവസമേ പ്രായമുള്ളൂ? അല്ല, കണ്ണ് തുറന്നിട്ടില്ല. പ്രസവിച്ച് പിറ്റേ ദിവസമാണ് സന്തോഷം ഇവിടുന്ന് പോകുന്നത്. സന്തോഷം അതിന് ശേഷം 4-5 പ്രാവശ്യം എന്നെ വിളിച്ചു, എൻ്റെ പൂച്ചയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാരണവശാലും ഇങ്ങോട്ട് വന്നുകൊണ്ട് വലിയ അതെ, വളരെ സന്തോഷം. സന്തോഷം ഇത് അറിയുകയാണെങ്കിൽ അവനൊരു ഭയങ്കര ഹാപ്പി ആയിരിക്കും. ശരിക്കും ഈ പൂച്ചകൾ ഓടി വരുന്നു, അതൊക്കെ കാണാൻ പറ്റാത്തൊരവസ്ഥ. ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അതിന് തീറ്റ കൊടുക്കുകയാണ്, ഫീഡ് കൊടുക്കുകയാണ്. ഒരു അമ്മ പൂച്ചയെ കാണാം. ഒരു പൂച്ച മൂലക്കുണ്ട്, 2 പൂച്ച ഇതിൻ്റെ അടുത്തായി നിൽക്കുകയാണ്. ഇങ്ങനത്തെ കാഴ്ചകൾ ഒരുപാടുണ്ടോ കാഴ്ചകൾ? ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തുനിന്നും ഞങ്ങൾ കാണാറുണ്ട്. പട്ടികൾ ഭക്ഷണം കിട്ടാതെ കിടക്കുന്നു, പൂച്ചകൾ ഭക്ഷണം കിട്ടാതെ കിടക്കുന്നു, പശുക്കുട്ടികൾ ഭക്ഷണം കിട്ടാതെ. ഇപ്പോൾ ഈ തിന്നുന്ന ഒരു രീതി കണ്ടിട്ടേ എത്ര ദിവസമായിട്ടുണ്ടാവും? ഇതിപ്പോൾ ഇതിന് ശേഷം എല്ലാവരും ഇവിടുന്ന് താമസം മാറ്റിയതിന് ശേഷം ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവർ പറയുന്നത് അവർ ഒരിക്കൽ വന്നിട്ടേ കൊടുത്തിട്ടുള്ളൂ ഭക്ഷണം. ഇതിൻ്റെ ഉടമസ്ഥനായ ശ്രീ സന്തോഷ് ഇവിടെ ഒരു ദിവസം അവർ വന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരെല്ലാം കൽപ്പറ്റയിൽ ക്യാമ്പിലാണ്. അവർ രാവിലെ ഇവിടെ വരും. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പശുക്കളും ഉണ്ട്. അവർ രാവിലെ വന്നിട്ട് പശുവിനുള്ള തീറ്റയൊക്കെ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് രാവിലെ അവർ തീറ്റയൊക്കെ കൊടുത്തിട്ട് അവർ ആരുടെയും പ്രാഥമിക പരിഗണന മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അല്ലേ? നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. 2-ാം ദിവസം ഞങ്ങൾ ഇവിടെ എത്തി. ഫസ്റ്റ് ദിവസം ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. കാരണം എല്ലാവരും മനുഷ്യരുടെ പുറകെ ആയിരുന്നല്ലോ പോയിരുന്നത്. 2-ാമത്തെ ദിവസം മുതൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതേപോലെ വോളണ്ടറി ഓർഗനൈസേഷൻ എല്ലാവരും ഇവിടെ നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരൊക്കെ അടങ്ങിയ ഒരു സംഘമാണ് ഇവരുടെ കൂടെയുള്ളത്. നിരവധി പേരുണ്ട്. ഈ പൂച്ചയെ പോലെ തന്നെ ആ പശുക്കൾ, ആ പട്ടികൾ, അതുപോലെ മിണ്ടാപ്രാണികൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് ആവശ്യമായ ട്രീറ്റ്മെൻറ്റും മരുന്നും എല്ലാം നൽകിയാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്? അപ്പം നമ്മൾ ഒരു ചെറിയൊരു റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡാണ് മെയിനായിട്ട് നമ്മൾ കൊടുത്തത്. അപ്പം ഈ പൂച്ചയെ കൂടാതെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ഈ 3 ദിവസത്തിൻ്റെ ഇടയിൽ? മെയിനായിട്ട് കന്നുകാലികളുണ്ട്, അതുപോലെ തന്നെ നായ്ക്കളുണ്ട്. അവർക്കെല്ലാം ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിനുള്ള ഫുഡ്. മനുഷ്യരെ പോലെ ഇതിന് ശ്രദ്ധിക്കാൻ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണല്ലോ മൃഗങ്ങളും. അവരെ നമുക്ക് അനാഥമാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളെപ്പോലെ ഒരുപാട് ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ഡോക്ടേഴ്സ് 4-5 പേര് ഇന്ന് ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. ഓരോ ദിവസവും ഓരോരുത്തർക്കാണ് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ട് ഡ്യൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മിണ്ടാപ്രാണികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം തന്നെയാണിത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, ഈ പാല് കറക്കാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന പശുക്കളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് പൂച്ചകളുടെ കാര്യം. ഇപ്പോൾ സന്തോഷ് ഇവിടെ നിന്ന് പോയതിന് ശേഷം 1 ദിവസം വന്ന് ഭക്ഷണം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആ പട്ടികളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് പലയിടങ്ങളിലും ഉള്ളത്. ഇവർ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നിന്ന് ഇത്തരം പൂച്ചകളെ കണ്ടെത്തിയും അതുപോലെ പട്ടികളെ കണ്ടെത്തിയും പശുക്കളെ കണ്ടെത്തിയും എല്ലാം അവർക്ക് ആവശ്യമായ തീറ്റ കൊടുക്കുന്നു, മറ്റു മരുന്ന് കൊടുക്കുന്നു. അത്തരം കാര്യങ്ങളിലേക്കെല്ലാം കടക്കുകയാണ്.